വയ്യാതെയാവും, ഇടയ്ക്ക് കുഴഞ്ഞു വീഴും, അങ്ങനെയൊക്കെ ആയിരുന്നു. ബ്ലഡ് അതുപോലെ തന്നെ BP കണ്ടമാനം അധികമായിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഷുഗറും ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്റെ കൂടെയാണ് ഒരു പ്രാവശ്യം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പ്ലാസ്മയും ബ്ലഡും ഇതായിട്ട് വരുന്നു എന്ന് പറഞ്ഞു, കുറഞ്ഞു വരുന്നു, അപ്പൊ നിങ്ങൾക്ക് ബ്ലഡും പ്ലാസ്മയും കയറ്റേണ്ടതാണ്. ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം അഡ്മിറ്റ് ആയി. പിന്നെ അവിടുന്ന് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ബ്ലഡും പ്ലാസ്മയും ഇടയ്ക്കിടയ്ക്ക് കയറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയും നിങ്ങൾക്ക് പ്ലാസ്മ കുറവാണ്, അപ്പൊ തന്നെ പ്ലാസ്മ കയറ്റും, ബ്ലഡ് കയറ്റും. മര്യാദ ഒരു പൈസ ആവാറുണ്ടായിരുന്നു. മിക്കപ്പോഴും പൈസ ഉണ്ടാവാറില്ല. മിക്കപ്പോഴും ആരുടെയെങ്കിലൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് ബ്ലഡും പ്ലാസ്മയും കയറ്റാറ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പാട്ട് പാടാൻ വേണ്ടി ഗുരുവായൂർ ചെന്നപ്പോ നമ്മുടെ ശശിയേട്ടനെ പരിചയപ്പെടുന്നത്. ശശിയേട്ടൻ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആള് എൻ്റെ അടുത്ത് വിളിച്ച് എന്നെ തനിയെ ഇരുത്തി സംസാരിച്ചു. ഇങ്ങനെ ഒക്കെ ഉണ്ട്, ഇങ്ങനെ അസുഖമാണെങ്കിൽ മോള് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേ, വിഷമിക്കണ്ട, എല്ലാം മാറും, പ്രാർത്ഥിക്കാം ശശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അതും ഒരാൾ സഹായിച്ചിട്ടാണ് ഞാൻ ആ മരുന്ന് വാങ്ങിച്ചത്. കോംബോയാണ് എടുത്തത്. അതിൽ 4 ബോട്ടില് എനിക്ക് കുറുക്കുമ എലിക്സർ കിട്ടി. അങ്ങനെ 3 ബോട്ടിൽ കഴിച്ചു. 4ാമത്തെ ബോട്ടിലാവുമ്പോഴേക്കാണ് ഞാൻ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ടെസ്റ്റിന് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ബ്ലഡും പ്ലാസ്മ പരിശോധിക്കാൻ പോവുകയാണ്, എന്താവും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശശിയുടെ അവന് പറഞ്ഞു, ഇതുവരെ ഉള്ളതുപോലെയല്ല, നിനക്ക് കുറെ റിക്കവർ ആയിട്ടുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട. ഈ പ്രാവശ്യം പോകുമ്പോ നിനക്ക് ചിലപ്പോ ബ്ലഡ് കയറ്റേണ്ടി വരില്ല, പ്ലാസ്മ കയറ്റേണ്ടി വരില്ല, നീ പ്രാർത്ഥിച്ചിട്ട് പോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിടുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു, എന്താ മോളെ കുറഞ്ഞിരിക്കുന്നു, എല്ലാം നോർമലായിരിക്കുന്നു, മോള് ഇനി ബ്ലഡും പ്ലാസ്മയും കയറ്റേണ്ടി വരില്ല, ഈ പ്രാവശ്യം താൻ കയറ്റണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ സാറേ ശരി തന്നെയാണോ എന്ന് ചോദിച്ചു വീണ്ടും. അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇപ്രാവശ്യം കയറ്റണ്ട, ഇനി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. കയറ്റണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് ശശിയേട്ടനെ വിളിച്ചു പറഞ്ഞു, ശശിയേട്ടാ എനിക്ക് ബ്ലഡും പ്ലാസ്മയും കയറ്റണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നിന്നോട് കയറ്റേണ്ടി വരില്ല, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ പ്രാർത്ഥിക്കണ്ടെന്നും എന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങനെ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ബ്ലഡും പ്ലാസ്മയും പിന്നെ കയറ്റേണ്ടതില്ല എന്നാണ് പിന്നെ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇനി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യണം, കുറയാനും കൂടാനും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇനി കയറ്റേണ്ടി വരില്ല എന്ന്. കാരണം ഞാൻ കുറുക്കുമ എലിക്സർ ഇതുവരെ നിർത്തിയിട്ടില്ല, ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ദൈവം എന്നെ അത് കയറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ.